നമസ്കാരം. ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചിരിക്കുന്നു. അമേരിക്ക വീണ്ടും വടി കൊടുത്ത് ഇറാന്റെ പക്കൽ നിന്നും നല്ല ഒരു അടി വാങ്ങിയിരിക്കുന്നു. ഇന്നലെയാണ് ഹോർമുസ് കടലിടുക്ക് തുറന്നു എന്ന പ്രഖ്യാപനം ഇറാൻ നടത്തിയത്. ഇനി എല്ലാ കപ്പലുകൾക്കും ഹോർമുസ് കടലിടുക്ക് വഴി സുഗമമായി യാത്ര ചെയ്യാം, പക്ഷെ റൂട്ട് ഞങ്ങൾ നിശ്ചയിക്കും, ആ റൂട്ടിലൂടെ മാത്രമേ പോകാൻ പാടൂ എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഇവിടെ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം നിരവധി കപ്പലുകൾ ഹോർമുസ് വഴി പോവുകയും ചെയ്തു. എന്നാൽ അമേരിക്കയുടെ അഹങ്കാരം, അമേരിക്കയുടെ ധാർഷ്ട്യം അത് വീണ്ടും ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നു. ഇറാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്നൊന്ന് പുറകോട്ട് പോയിരിക്കുന്നു. അമേരിക്ക കരാർ ലംഘനം നടത്തി, അതുകൊണ്ട് തന്നെ ഹോർമുസിന് ഞങ്ങൾ തുറക്കില്ല, ഹോർമുസ് പൂർണ്ണമായും ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്, അവിടെ ഇടപെടാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല, എന്തായാലും ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇന്നലെ ഇറാൻ ഹോർമുസ് തുറന്നത്. എന്തായാലും അമേരിക്ക ഇറാനുമേൽ കൊണ്ടുവന്നിട്ടുള്ള നാവിക ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന നിലപാട് ഇറാൻ എടുത്തിരിക്കുന്നു. അമേരിക്ക വടി കൊടുത്ത് ഇറാന്റെ പക്കൽ നിന്ന് ഒരിക്കൽ കൂടെ അടി വാങ്ങിച്ചു, ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടെ നാണം കെട്ടു. ഇത് അമേരിക്ക വരുത്തി വെച്ചതാണ്, അല്ലാതെ ഇറാന്റെ പ്രശ്നം കൊണ്ടല്ല. എല്ലാത്തിനും കാരണക്കാരൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമാണ് എന്ന കാര്യം ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പലരുടെയും ഇടപെടൽ മൂലം പ്രശ്നങ്ങൾ അവസാനിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അമേരിക്ക അഹങ്കാരം കാണിച്ചത്, ആ അഹങ്കാരം തലപൊക്കിയത്. ഈ അഹങ്കാരത്തിന് ഇപ്പോൾ ശക്തമായ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ഇന്നലെ ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു അവകാശവാദമുണ്ട്. ₹1 പോലും മുതൽ മുടക്കില്ലാതെ ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയിലേക്ക് എത്തും. അത്തരത്തിലൊരു കാര്യം ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന ഒരു അവകാശവാദമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും അതിനുള്ള മറുപടിയും ഇന്ന് ട്രംപിന് കിട്ടിബോധിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ യുറേനിയം അത് എവിടേക്കും ആരും കൊണ്ടുപോകില്ല, മാത്രമല്ല ഞങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം, ആണവ പദ്ധതി അതൊക്കെ ഞങ്ങൾ തുടരും. അക്കാര്യത്തിലൊന്നും ഞങ്ങൾ ആർക്കും ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല, അതിനുവേണ്ടി ഞങ്ങൾ ആരോടും പണവും ചോദിച്ചിട്ടില്ല. അതേസമയം ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങളുടെ പണം അത് പല രാജ്യങ്ങളിലും തടഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് കിട്ടണം, അത് ഞങ്ങൾ വാങ്ങിച്ചോളാം. അതിലപ്പുറം ആരുടെ പക്കൽ നിന്നും ₹1 ഞങ്ങൾക്ക് വെറുതെ വേണ്ട, ആർക്കും ഞങ്ങൾ ഒന്നും കൊടുക്കാമെന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും അങ്ങനെയൊക്കെ മോഹിക്കുന്നുണ്ടെങ്കിൽ ആ മോഹം അങ്ങ് മാറ്റിവെച്ചേക്കുക. ഇതാണ് ഇറാന്റെ മറുപടി. എന്നാലും ട്രംപിന്റെ അവസാനത്തെ ഭീഷണി വീണ്ടും വന്നിട്ടുണ്ട്. ബുധനാഴ്ച വരെ സമയം കൊടുക്കും, ബുധനാഴ്ച വരെ സമയം കൊടുത്ത് അതിനുള്ളിൽ യുറേനിയം അമേരിക്കയിലേക്ക് എത്തിച്ചില്ലെങ്കിൽ, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ, അമേരിക്കയുമായി ഒരു ആണവ കരാർ ഉണ്ടാക്കണം ദീർഘകാലാടിസ്ഥാനത്തിൽ, അങ്ങനെ ഒരു കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാനിൽ ബോംബിടും എന്ന ഒരു ഭീഷണിയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ആരും എവിടെയും ബോംബിടില്ല. ബോംബിട്ടാൽ തിരിച്ച് എവിടെയൊക്കെ ബോംബിടണം എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അത്തരത്തിലുള്ള ഭീഷണിയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. തൽക്കാലം ഞങ്ങൾ ഹോർമുസ് അടക്കുകയാണ്, നിങ്ങൾക്ക് തുറക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് തുറക്ക്, നിങ്ങൾ നിങ്ങളുടെ നാവിക ഉപരോധം തുടരൂ, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും. ഇനിയും ചില സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ അടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അധികം വൈകാതെ അവിടെ കൂടെ ഞങ്ങളുടെ തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കും, നിങ്ങളെ ഞങ്ങൾ വരുതിക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നൊന്ന് നോക്കട്ടെ എന്ന ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുകയാണ്. അമേരിക്ക വെട്ടിലായിരിക്കുകയാണ്. ഒരിക്കൽ കൂടെ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ട്രംപ് നാണം കെട്ടിരിക്കുകയാണ്. ഈ നാണക്കേട് ഇവിടെ ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ന ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഞങ്ങൾ വിജയിച്ചു, ഇറാൻ പരാജയപ്പെട്ടു എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഉറക്കത്തിൽ പോലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപ് ആളുകളുടെ കണ്ണിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടി ചില നീക്കങ്ങൾ നടത്തിയതാണ്. അത് പക്ഷേ തിരിച്ചടിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.